ശ്രീ ഗണനാഥ സിന്ദൂര വർണ്ണ. ശാസ്ത്രീയ സംഗീതത്തിന്റെ ആദ്യ പാഠങ്ങൾ കേട്ടറിഞ്ഞത് ഇവിടെ നിന്നാണ്. ഗാനമേളയിലൂടെ അരങ്ങ് തകർത്ത അധ്യാപികയുടെ കഥ അന്ന് എനിക്കറിയില്ലായിരുന്നു. കോട്ടയത്തുകാരെന്നെ സ്നേഹത്തോടെ കോട്ടയം ആലിസ് എന്ന് വിളിച്ചു. ഇവിടെ കൊല്ലത്ത് വന്നപ്പോഴത്തേക്കും കൊല്ലത്തുകാരെന്നെ ആലിസ് ഉണ്ണികൃഷ്ണൻ എന്ന് വിളിച്ചു. പിന്നെ വിദേശത്തൊക്കെ ഉള്ള ആളുകൾ, ഞാൻ കലാഭവൻ്റെ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നതുകൊണ്ട് കലാഭവൻ ആലിസ് എന്ന് വിളിച്ചു. ഇപ്പോൾ ആകെ ഒരു ആലിസേ ഉള്ളൂ ഇങ്ങനെ പല പേരിൽ. 10 വയസ്സിൽ തുടങ്ങിയ ഗാനാലാപന സബര്യ കലാഭവനും ഗാനമേള വേദികളും കടന്ന് ഇന്നിവിടെയുണ്ട്. തിങ്കൾ പക്ഷി താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമുത്തിന് പേരെന്ത്. ഒരാരാധകൻ അദ്ദേഹം ഒരു വലിയൊരു മാല കൊണ്ടുവന്ന് എൻ്റെ തല തൊട്ട് താഴെ വരെ നീളമുള്ളൊരു മാല കൊണ്ടിട്ട് എനിക്ക് വളരെ ചെറിയ കുട്ടിയാണ് അന്നേരം. അത് അതിൻ്റെ ആ സ്മെല്ല് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു അത്. സത്യശിവസുന്ദരം പാടിയതിൻ്റെ ഒരു അപ്രീസിയേഷൻ പോലെ ആൾ എനിക്ക് കൊണ്ട് തന്ന. ദയാ കരോ പ്രഭു ദേഖോ ഇൻകോ ഹർ ഘർ കേ ആംഗൻ മേ രാധാ മോഹൻ ശരണം സത്യം ശിവം സുന്ദരം. ഏതൊരു പാട്ടുകാരൻ്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അവരൊരു സിനിമയിൽ പാടുക, ഒരു പ്ലേ ബാക്ക് സിംഗറായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ അമ്പലപ്പറമ്പിലെ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അന്നും ഇന്നും. എനിക്ക് ആ പ്രോഗ്രാം ചെയ്യുമ്പം കിട്ടുന്ന ആ ഒരു സന്തോഷം എനിക്കത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അന്നത്തെ വിദ്യാർത്ഥികൾ ഞങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ സംഗീതത്തെ ഇഷ്ടപ്പെട്ട് വന്നവരാണല്ലോ. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു. നിങ്ങൾ പഠിക്കുന്ന ആ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് ഇതൊരു സെക്കൻഡറി ആസ്പെക്റ്റ് ആയിട്ട് മാറ്റിയതുകൊണ്ടാണ് പിന്നെ സംഗീതം പഠിക്കാൻ വരാൻ. പക്ഷെ നിങ്ങൾ ഇപ്പോഴും പാടുന്നുണ്ടല്ലേ? പാടണം, പാടണം. പക്ഷേ പാട്ട് പാടാനുള്ള കഴിവെന്ന് പറയുന്നത് എല്ലാവർക്കും ഈശ്വരൻ കൊടുത്തിട്ടില്ലല്ലോ. 100 പേര് കൂടിയാൽ അവിടെ 2-3 പേരേ ഉള്ളൂ നന്നായിട്ട് പാടാൻ കഴിയുന്നവർ. ഗോൾഡൻ വോയിസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗാനമേള എൻ്റെ സ്വന്തം പേരിൽ തുടങ്ങി. ആ ഒരു പ്രോഗ്രാമാണ് ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറേ നാൾ നിർത്തിവെച്ചു. ഇത് വീണ്ടും ഞാനിപ്പോൾ ആ ഗാനമേളയായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. കുറേ പ്രോഗ്രാം ചെയ്തു. ഇപ്പോൾ കുറേ പ്രോഗ്രാമുകൾ ബുക്കിംഗ് ആയിട്ടുണ്ട്. അതിങ്ങനെ ഞാൻ സന്തോഷത്തോടെ പ്രോഗ്രാം വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പണ്ട് പാട്ട് പഠിക്കാൻ എത്തിയ ഒരു 6ാം ക്ലാസ്സുകാരന് അധ്യാപികയുടെ ശബ്ദത്തോട് തോന്നിയ കൗതുകവും അത്ഭുതവും ഒക്കെ ഉണ്ട്. അത് തന്നെയാണ് ഇത്രയും വർഷത്തിനപ്പുറം ഇവിടെ എത്തുമ്പോൾ തോന്നുന്നത്. ആ ശബ്ദം ഇനി വേദികൾ തോറും കേൾക്കാൻ കഴിയുന്ന കേട്ടതിൽ സന്തോഷമുണ്ട്. എങ്ങനെ അവസാനിപ്പിക്കുന്നത്? നമുക്ക് പാട്ടുപാടി അവസാനിപ്പിക്കാം. ഉന്നെ എണ്ണി പാർക്കയിൽ കവിത കൊട്ടത്, അത് എഴുത നിനക്കയിൽ വാർത്ത മുട്ടത്. ഓ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.